ആശാ വർക്കേഴ്സിന്റെ സമരം സംബന്ധിച്ച് ആശാ കേന്ദ്രം കേരളത്തിന് വേണ്ടത്ര 325 കോടിയുള്ള രൂപ കൊടുത്തിട്ടുണ്ട് എന്ന് പത്രക്കുറിപ്പ് ഇറക്കിയിട്ടുണ്ട്. കേരളത്തിലെ ആശാ വർക്കേഴ്സ് ശമ്പളം കൊടുക്കുന്നത് സംസ്ഥാന സർക്കാരിന്റെ പിടിപ്പുകേടാണെന്നാണ് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം പറയുന്നത്. നമ്മുടെ രാജ്യത്ത് 10 ലക്ഷത്തിലധികം ആശാ വർക്കർമാരുണ്ട്. 2007 മുതൽ ആരംഭിച്ച സ്കീമാണത്. അപ്പോൾ രാജ്യത്തെവിടെയുള്ള ആശാ വർക്കർമാരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം എന്ന് പറയുന്നത് എന്താണ്? അവരെ ഇപ്പോൾ ഒരു പ്രത്യേകതരം കോൺട്രാക്റ്റ് ജീവനക്കാരാണ്. അവരെ തൊഴിലാളികളായി അംഗീകരിക്കുക എന്നുള്ളതാണ്. എന്നിട്ട് മിനിമം ഒരു 26,000 രൂപയെങ്കിലും അവർക്ക് ആനുകൂല്യം കൊടുക്കുക എന്നുള്ളതാണ്. അവർ ചെയ്യുന്ന ജോലിയുടെ അളവ് വെച്ച് നോക്കുമ്പോൾ അത് സാമാന്യേന ഒരു മെച്ചപ്പെട്ട തുകയാണ്. അപ്പോൾ ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം. അപ്പോൾ അത് കേരളത്തിൽ മാത്രമല്ല, കേരളത്തിന് പുറത്തും ഈ സമരങ്ങൾ നടക്കുന്നുണ്ട്. അപ്പോൾ ഇതിനോട് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ സമീപനം എന്താണെന്നുള്ളതാണ് അടിസ്ഥാനപരമായിരിക്കുമ്പോൾ ചോദ്യം. ഇപ്പോൾ 2,000 രൂപ സഹായം കൊടുത്തിട്ട് ഈ വലിയ വർത്തമാനം പറയുന്നതിനകത്ത് വലിയ കാര്യമില്ല. 26,000 രൂപ അംഗീകരിക്കുകയും അവരെ സ്ഥിരം ജീവനക്കാരായി അംഗീകരിക്കുകയും ചെയ്യാമുള്ളതാണ് AITUC ഉൾപ്പെടെയുള്ള സംഘടനകൾ, ഞങ്ങളുമായി ബന്ധമുള്ള സംഘടനകളെല്ലാം തന്നെ ആവശ്യപ്പെടുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായുള്ള സമരങ്ങൾ രാജ്യത്തിൻ്റെ പല ഭാഗത്തും നടക്കുന്നുണ്ട്. CPI സമരങ്ങളെല്ലാം അംഗീകരിക്കുന്ന ഒരു പാർട്ടിയാണ്. അല്ലെങ്കിൽ ആനി രാജ ഉൾപ്പെടെയുള്ള നേതാക്കന്മാരാണ് മഹാരാഷ്ട്രയിലും ബീഹാറിലും ഇവരുടെ സാമ്പത്തികമായ ഉയർച്ചയ്ക്ക് വേണ്ടി സമരം ചെയ്യുന്നത്. പക്ഷേ കേരളത്തിലേക്ക് നമ്മൾ എത്തിക്കഴിയുമ്പോൾ അവിടെ CITU പറയുന്നത് ഈർക്കിൽ സംഘടനകളാണ് അല്ല, ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ CITU എന്തു പറഞ്ഞു എന്നുള്ളത് CITU മാത്രം വിശദീകരിക്കേണ്ട ഒരു കാര്യമാണ്. ഒരു തൊഴിലാളി സമരത്തിൻ്റെ ന്യായാന്യായങ്ങൾ ഒരു സംഘടനക്ക് മാത്രമായിട്ട് തീരുമാനിക്കാൻ കഴിയില്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുമായി ബന്ധമുള്ള തൊഴിലാളി സംഘടന AITUC അല്ലെങ്കിൽ പൊതുവിൽ പാർട്ടിയൊക്കെ ഈ കാര്യത്തിലുള്ള അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. സമരം ഒത്തുതീർക്കണം. സമരത്തിൻ്റെ ഭാഗമായി ഇന്ന് അവർ ഏകപക്ഷീയമായ സമീപനങ്ങളൊക്കെ സമരക്കാരെടുക്കുന്നുണ്ട്. അതൊക്കെ എല്ലാവർക്കും അറിയാം. ഒരു പ്രത്യേക ഗവൺമെൻറ്റിനെ മാത്രം ടാർഗറ്റ് ചെയ്യുന്നു. കേന്ദ്രമന്ത്രി വരുമ്പോൾ ഒരു പ്രത്യേക രീതിയിൽ അവർ ആഘോഷിക്കുമ്പോൾ നമ്മൾ കാണുന്നു. ആ ഭാഗമൊക്കെ നമ്മൾ മാറ്റി നിർത്തിയാലും ഒരു സമരത്തെ പരിഹരിച്ച് അവസാനിപ്പിച്ച് പോകാനുള്ള സാഹചര്യം ഒരുക്കാമുള്ളതാണ് ഞങ്ങൾ പറയുന്നത്. അവനോട് ഉപയോഗിക്കുന്ന ഭാഷ എന്ന് പറയുന്നത് കുറേ കൂടി മാന്യമായ ഭാഷയാവാന്നുള്ള അഭിപ്രായം ഞങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. അല്ല, ഞാനും CITUവും തമ്മിലുള്ള ഒരു തർക്കമായിട്ട് ആശാസമരം നമ്മൾ മാറ്റേണ്ടതില്ല. ആരായിരുന്നാലും, അത് നാളെ ഞാനായിരുന്നാലും ഒരു തൊഴിലാളി സമരത്തെ നമ്മൾ അഭിമുഖീകരിക്കുമ്പോൾ നമുക്ക് ഇഷ്ടപ്പെടാത്ത സമരമായിരിക്കാം, കുറച്ചും കൂടെ മാന്യമായ രീതിയിൽ ഭാഷാപ്രയോഗം നടത്താമുള്ളതാണ്. അപ്പോൾ ഇപ്പോൾ അതാണ് ഹൈലൈറ്റ് ചെയ്യപ്പെടുന്നത്. നമ്മൾ മനസ്സിലായോ? ആശാ വർക്കർമാരുടെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് പൊതുവിൽ രാജ്യത്ത് മെച്ചപ്പെടേണ്ടതുണ്ട്. അത് ഏറ്റവും നന്നായിട്ട് മാറണം. അപ്പോൾ അതിനു വേണ്ടിയുള്ള ഒരു സമരം നടത്തുമ്പോൾ നമ്മൾ അതിൻ്റെ ഇപ്പോൾ പ്രയോഗം എവിടെയാണ്, കേന്ദ്രീകരണം എവിടെയാണ് വരുന്നത്? ശ്രദ്ധ മുഴുവൻ വരുന്നത് ഈ ഭാഷാപ്രയോഗത്തിലാണ്. ആ ഭാഷാപ്രയോഗം ഒഴിവാക്കാമായിരുന്നു ബന്ധപ്പെട്ടവർക്കല്ല. അവർ ചാനൽ ചർച്ചയിലും കുറേ കാര്യങ്ങൾ പറയുന്നത് കേൾക്കുന്നു. ആ പ്രയോഗങ്ങളൊക്കെ ഒഴിവാക്കേണ്ടതാണ്. അങ്ങനെയല്ല, CITUവിൻ്റെ നിലപാട് ശരിയാണോ അല്ലയോ എന്നുള്ളതിനേക്കാൾ അപ്പുറത്തേക്ക് ഏതൊരു തൊഴിലാളി സമരത്തോടും നമ്മൾ സ്വീകരിക്കേണ്ട ഭാഷാപ്രയോഗം എന്ന് പറയുന്നത് വേറെയാണ്. അടിസ്ഥാന പ്രശ്നം പറഞ്ഞത് ആശാ വർക്കർമാരോടുള്ള പൊതു സമീപനമാണ്. 10 ലക്ഷം ആശാ വർക്കർമാരോടുള്ള കേന്ദ്രത്തിൻ്റെ സമീപനം എന്ന് പറഞ്ഞാൽ മോശമാണ്. ഇപ്പോൾ ഒരു കണക്ക് നിങ്ങൾ പറഞ്ഞു. സംസ്ഥാന സർക്കാരിൻ്റെ സമീപനം എന്ന് പറയുന്നത് സംസ്ഥാന സർക്കാർ പരമാവധി ആ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ പരിശ്രമിച്ചു. ഇപ്പോൾ ഏതോ ഒരു സംസ്ഥാനത്തിൻ്റെ കണക്ക് മറ്റോ നിയമസഭ പറഞ്ഞു കേരള സംസ്ഥാനമാണ് ഏറ്റവും മാന്യമായൊരു സാഹചര്യം ഒരുക്കുകയും അവർക്ക് ഏറ്റവും മാന്യമായ വരുമാനം കൊടുക്കുകയും ചെയ്യുന്നത്. അതൊരു ഫാക്റ്റാണ്. കർണാടകത്തിൽ അങ്ങനെയല്ല, ഡൽഹിയിൽ അങ്ങനെയല്ല, ഗുജറാത്തിൽ അങ്ങനെയല്ല. ഇപ്പോൾ 2,000 രൂപ മാത്രം കേന്ദ്രം കൊടുക്കുന്നത് 5,000 ആക്കണമെന്ന് സുരേഷ് ഗോപി പറയുമ്പോഴാണ് ഞാൻ ചോദിക്കുന്നത്. 5,000 രൂപ ഇപ്പോൾ കേരളം കൊടുക്കുന്നു. ഇപ്പോൾ തുല്യമായ വിഹിതം ആശാ വർക്കർമാരുടെ കാര്യത്തിനകത്ത് കൊടുക്കാൻ കേന്ദ്ര ഗവൺമെൻറ് തയ്യാറുണ്ടോ? ഇതാണ് ചോദ്യം. എന്തുകൊണ്ട് ആ വിഹിതം കൊടുക്കുന്നില്ല? നമ്മുടെ രാജ്യത്ത് എഴുതിത്തള്ളുന്ന കോർപ്പറേറ്റ് ടാക്സിൻ്റെ ഒരു 0.001% ഉണ്ടെങ്കിൽ ഈ പ്രശ്നം പരിഹരിക്കും. എന്തുകൊണ്ട് പറ്റുന്നില്ല? അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. ഇപ്പോൾ ഈ കുടിശ്ശിക കാര്യങ്ങൾ സംബന്ധിച്ച ഈ സാങ്കേതിക തർക്കങ്ങളൊക്കെ നമ്മൾ മാറ്റി നിർത്തുക. 5,000 രൂപ കൂടെ കൂട്ടിക്കൊടുക്കാൻ കേന്ദ്രം കേരളത്തിന് തുല്യമായ വിഹിതം കൊടുക്കുമെന്ന് സുരേഷ് ഗോപി പറയുമോ? ഞാൻ ഒറ്റ ചോദ്യം അത് മാത്രമേ ചോദിക്കാൻ ആഗ്രഹിക്കുന്നുള്ളൂ. മിനിമം അത് കൊടുക്കുമോ? അങ്ങനെയാണെങ്കിൽ ആ പ്രശ്നത്തിന് ഒരു കുറേ കൂടി നന്നായില്ലേ പരിഹരിക്കാൻ? ഉറപ്പായിട്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിനെതിരെയുള്ള ഒരു സമരം കൂടിയാക്കി ഇതിനെ മാറ്റുന്നതിന് വേണ്ടിയുള്ള നല്ല പരിശ്രമം നടക്കുന്നു. പക്ഷെ അത് മനസ്സിലാക്കിക്കൊണ്ട് ഗവൺമെൻറ് ഫലപ്രദമായി ഇടപെട്ട് അത് എത്രയും പെട്ടെന്ന് തീർക്കുക എന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. നമുക്ക് ആന്ധ്രാപ്രദേശ്, സിക്കിമൊക്കെ ഇതിന് നല്ല വേദന നൽകുന്നുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സിക്കിമിൻ്റെ ഒന്നാമത്തെ ആശാ വർക്കേഴ്സിൻ്റെ ഈ സിക്കിമിൻ്റെ ഈ പുതിയ കണക്ക് ഞാൻ എൻ്റെ ശ്രദ്ധയിലില്ല. അപ്പോൾ എവിടുന്ന് ആ കണക്ക് പൊക്കി കൊണ്ടുവന്നിട്ടുണ്ട്.
ഈ ആന്ധ്രാപ്രദേശിൻ്റെ വേതനം എത്രയാണ്? കേരളം ഇപ്പോൾ 5000 പ്ലസ് 2000 രൂപ എന്ന് പറയുമ്പോൾ കേന്ദ്രം കൊടുക്കുമ്പോൾ 7000, പിന്നെ 2000 അവർക്കുള്ള ഇൻസെൻറ്റീവായിട്ട് കൊടുക്കുന്നു, പിന്നെ അഡീഷണൽ ഇൻസെൻറ്റീവ്സ് ഉണ്ട്. അപ്പോൾ ഏറ്റവും ചുരുങ്ങിയത് 10,000-ന് മുകളിലാണ് കേരളത്തിൽ കിട്ടുന്ന കാര്യങ്ങൾ, മറ്റ് കാര്യങ്ങളൊക്കെ. അത് ഇന്ത്യയിലെ മറ്റേതെങ്കിലും സംസ്ഥാനത്തോട് താരതമ്യമുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. എന്തായാലും കർണാടകം, ഗുജറാത്ത്, ആന്ധ്രയുടെ ഏറ്റവും പുതിയ ഇന്നത്തെ കണക്കാണെങ്കിൽ എനിക്കറിയില്ല, പക്ഷേ സാധാരണഗതിയിൽ കേരളമാണ് ഏറ്റവും മെച്ചപ്പെട്ട് നിൽക്കുന്നത് ഒരു വസ്തുതയാണ്. നമ്മളെ അടിസ്ഥാന പ്രശ്നം എന്താണ്? 5000 രൂപ കേരളം കൊടുക്കുമ്പോൾ കേന്ദ്രം എത്ര കൊടുക്കാൻ സാധിക്കും എന്നുള്ളതാണ്. അത് കൊടുക്കാൻ സന്നദ്ധമാണോ എന്നുള്ളതാണ് ചോദ്യം.